വിദ്വേഷ അജണ്ടയ്ക്കെതിരെ വിധി എഴുതി ഉത്തർപ്രദേശിലെ ജനങ്ങളെ കാണുമ്പോൾ അറിവ് കുറഞ്ഞവരെന്നോ കഠിനാധ്വാനം മൂലം ശരീരമാകെ കറുത്തവരെന്നോ മെലിഞ്ഞൊട്ടിയവരെന്നോ ഒക്കെ വിചാരിക്കുന്നെങ്കിൽ അവരുടെ മേൽ ബുൾഡോസർ കൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന് തുടക്കം കുറിക്കുന്നതിലൂടെയും പൗരബോധത്തിൻ്റെ ധാർമ്മിക രോഷം അവസാനിപ്പിക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ അവിടെയല്ല ഇന്ത്യ എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ഉത്തർപ്രദേശിൽ ഇതുവരെ കാണുന്ന ജനവിധി. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞു യു പിയുടെ ജനവിധി. എല്ലാ എക്സിറ്റ് പോളുകാരെയും ആട്ടി ഓടിച്ചു യു പിയിലെ ജനങ്ങൾ. ലഭിച്ചവരും ഞെട്ടി, നഷ്ടപ്പെട്ടവരും ഞെട്ടി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റൊരു വഴിത്തിരിവിന് യു പി കാരണമാവുകയാണോ? അതിനെക്കുറിച്ച് പറയേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഉത്തർപ്രദേശ് വലിയൊരു സംസ്ഥാനമാണ്. ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നോ അവർ ഇന്ത്യ പിടിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഏതാണ്ട് 80ഓളം സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. അവിടെ മാറിയും മറിഞ്ഞും പല സർക്കാരുകളും വന്നിട്ടുണ്ട്. ദീർഘനാൾ കോൺഗ്രസ് ഭരിച്ചു. അതിനുശേഷം പിന്നീട് ഈ കോൺഗ്രസ് ദുർബലമായപ്പോൾ അതിനുശേഷം ജനതാദൾ രാഷ്ട്രീയത്തിൻ്റെ, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥലമായി മാറി. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് BJP സർക്കാരായിരുന്നു. പിന്നീട് BJP സർക്കാരിന് ശേഷം സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വന്നു. ഇപ്പോൾ 10 വർഷമായി യോഗി ആദിത്യനാഥാണ് അവിടെ ഭരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ആഭ്യന്തര സുരക്ഷയിലും അഴിമതിയില്ലാത്ത നിലപാടുകളിലുമൊക്കെ യോഗി ആദിത്യനാഥിനോട് താല്പര്യമുണ്ടെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നവർ പറയുന്നത്. എന്നാൽ അതിനപ്പുറത്ത് അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് മേൽ വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വിഭജന രാഷ്ട്രീയത്തിൻ്റെയും അജണ്ടകൾ നടപ്പിലാക്കിയാൽ സ്വന്തം ജീവിത പ്രയാസങ്ങൾ അവർ വല്ലാതെ മറക്കുമെന്നും അങ്ങനെ ചെയ്യുന്നവരെ പിന്തുണയ്ക്കുമെന്നും കരുതിയത് അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു യു പിയിലെ ജനങ്ങൾ. അല്ലെങ്കിൽ ഞാനിത് സംസാരിക്കുന്ന നിമിഷം കാണിക്കുന്ന ടാലി പ്രകാരം എങ്ങനെ ഇന്ത്യ സഖ്യത്തിന് യു പിയിൽ മുന്നിൽ വരാൻ കഴിയും? എങ്ങനെ കോൺഗ്രസ്സിന് 7ഓ 8ഓ സീറ്റുകളിൽ അവിടെ മുന്നേറാൻ കഴിയും? എങ്ങനെ അവിടെ 2ാം സ്ഥാനത്തേക്ക് NDA മുന്നണി താഴേക്ക് പോകും? നിമിഷങ്ങളുടെ ആയുസ്സിലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 11,500 വോട്ടുകൾക്ക് പുറകിലാണെന്ന് ചാനലുകൾ എഴുതി കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. എങ്ങനെ എല്ലാവരെയും പരിഹസിക്കുകയും കളിയാക്കുകയും മിടുക്കിയിൽ മിടുക്കിയേക്കാൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്ത സ്മൃതി ഇറാനി എങ്ങനെ അവിടെ പിന്നിൽ പോകും? അതെ, യു പി പറഞ്ഞത് ഈ പറയുന്ന വിഷയങ്ങൾക്കപ്പുറത്ത് അവിടെ ജാതീയതയും വർഗീയതയും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അപരവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ട്രൈബൽ സെറ്റിംഗ്, അവിടുത്തെ ദളിത് സമൂഹം, അവരൊക്കെയും ഈ കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നീതിപൂർവമായ സമീപനം പ്രതീക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരന് സഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ 10 വർഷത്തേക്ക് അവസരം നൽകി BJPക്ക്. അതൊരു സാധാരണക്കാരന് സഹിക്കാൻ കഴിയുന്ന സമയത്തിനും അപ്പുറമായിരുന്നു. എന്തിനേറെ ഈ രാമക്ഷേത്രം പണിതുയർത്തിയ ഫൈസാബാദ് എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോലും BJP ഞാനിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ താഴെയാണ്. അവിടെ എല്ലാവരും കരുതിയതുപോലെ BSP വല്ലാതെ വോട്ട് പിടിക്കുമെന്നും അവർ ഇതിനെ പിളർത്തുമെന്നും വിചാരിച്ചെടുത്ത് ജനങ്ങൾ ആ അപകടവും തിരിച്ചറിഞ്ഞു. അവിടെ മായാവതിയുടെ കാപട്യം യു പിയിലെ നിരക്ഷരരായ സാധാരണക്കാരായ കർഷകരായ മനുഷ്യർ തിരിച്ചറിഞ്ഞാണ് അവർ ഈ പ്രതിഷേധം ഛിന്നഭിന്നമായി പോകാതിരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ അധികാരത്തിലേക്ക് വരിക? പലരും പറഞ്ഞത് ബൂത്തിലിരിക്കാൻ ആളില്ലെന്നും മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു സംവിധാനവുമില്ലെന്ന് പറഞ്ഞെടുത്താണ് ഇത്രയും സീറ്റ് നേടിയത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഒരുപാട് നേതാക്കളുള്ള നമ്മുടെ സംസ്ഥാനത്ത് പോലും പല ജില്ലകളിലും ബൂത്തിൽ ആളില്ലായിരുന്നു എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുന്ന സ്ഥിതിയിൽ അവിടുന്ന് പറയാൻ സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ ജനം വോട്ട് ചെയ്തു എന്നാണ് ഫലം കാണിക്കുന്നത്. അന്തിമ ഫലത്തിന് കാത്തിരിക്കാം.